WHO പറയുന്നത് ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി. ഇന്ന് നവംബർ 14 നാഷണൽ ചിൽഡ്രൻസ് ഡേ. ഇന്ന് നമ്മളോടൊപ്പം കുട്ടികളുടെ ആരോഗ്യത്തെപ്പറ്റി സംസാരിക്കാനായി അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യന്മാരായ ഡോക്ടർ രമേഷ് കുമാർ ആർ, ഡോക്ടർ സജു സാമുൽ ജേക്കബ്, ഡോക്ടർ തരുൺ സി വർഗീസ് ആൻഡ് നിയോനേറ്റോളജിസ്റ്റ് ഡോക്ടർ ജിനോ ജോസഫ്. ഹായ് ഡോക്ടർ. എല്ലാ അമ്മമാരുടെയും ഒരു ഡൗട്ടാണ്, എൻ്റെ മോൻ ഹെൽത്തി അല്ല, അല്ലെങ്കിൽ എൻ്റെ മോൻ ഇമ്മ്യൂണിറ്റി കുറവാണ്. ഡോക്ടറിൻ്റെ കോൺസെപ്റ്റിൽ എന്താണ് ഒരു കംപ്ലീറ്റ് ഹെൽത്തി ചൈൽഡ്? നമ്മൾ ഞങ്ങളുടെ ശിശുരോഗ വിദഗ്ധരുടെ പ്രാക്ടീസിൽ പലപ്പോഴും വന്ന് രക്ഷകർത്താക്കളുടെ ഒരു കൺസേൺ ആണ്, ഡോക്ടറെ എൻ്റെ കുട്ടിക്ക് തൂക്കമില്ല, അവൻ ആരോഗ്യമില്ല എന്ന് പറയും. ഈ ആരോഗ്യം എന്ന് പറയുന്നത് ശരിക്കും തൂക്കവുമായിട്ട് നേരിട്ട് അങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന കാര്യങ്ങളും ഇല്ല, അത് ശരിയുമല്ല. ആരോഗ്യം എന്ന് പറയുന്നത് ഒരു കുട്ടി ഞങ്ങളുടെ ഇത് പറഞ്ഞാൽ അതിൻ്റെ മൈൽ സ്റ്റോൺസ്, വളർച്ചയുടെ ഘട്ടങ്ങൾ അതാത് കാലയളവിൽ അത് അക്വയർ ചെയ്യുകയും അതിനനുസരിച്ച് ആ കുട്ടി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യമുള്ള കുട്ടി എന്നുള്ളതാണ് ഇത് ബേസിക് കോൺസെപ്റ്റ്. തൂക്കം അതിൻ്റെ ഒരു ഇപ്പോഴത്തെ കാലത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ തൂക്കമുള്ള കുട്ടികളായിരിക്കും പലപ്പോഴും ആരോഗ്യം കുറവുള്ള കുട്ടികളായിട്ട് ഞങ്ങൾ ചിലപ്പം കാണുന്നതൊക്കെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 2.5 വയസ്സുള്ള കൊച്ച് അല്ലെങ്കിൽ 3 വയസ്സുള്ള കൊച്ച് പടികളൊക്കെ ഓടിക്കയറുന്നു. അവൻ മോളിൽ ഒരു കഥ അത്യാവശ്യം എൻ്റെ അച്ഛൻ്റെ വണ്ടി അല്ലെങ്കിൽ ഞാൻ ഒരു ചെറിയ കഥകൾ എന്തെങ്കിലും 3-4 സെൻറ്റൻസ് പറയുന്നുണ്ട്. വേറെ ആരുടെയെങ്കിലും കൂടെ ടോയ്സ് കൊടുക്കുമ്പോൾ ആ ടോയ്സൊക്കെ ഇട്ട് കളിക്കുകയോ അല്ലെങ്കിൽ തട്ടിക്കളയുകയോ അവരുടെ കൂടെ ഇരുന്ന് കളിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുന്നത് ഒരു മോട്ടോർ മൈൽസ്റ്റോൺസ് പറയും. അത് കൈയുടെയും കാലിൻ്റെയും മൂവ്മെൻറ്റ്സ്. 2 മെൻ്റൽ മൈൽസ്റ്റോൺസ്, അവരുടെ മനസ്സിൻ്റെ ആ വളർച്ച. 3 സോഷ്യൽ മൈൽസ്റ്റോൺസ്, അത് മറ്റു ആൾക്കാരായിട്ട് എങ്ങനെ ഇടപെടുന്നു. 4 അഡാപ്റ്റീവ് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ഡ്രോയൊക്കെ തുറന്ന് സാധനമെല്ലാം എടുത്ത് വെളിയിടുന്നു, പിന്നെയും പെറുക്കി അടുത്തുനിന്നു, അല്ലെങ്കിൽ ഒരു ക്യൂബൊക്കെ കൊടുത്താൽ ആ ക്യൂബെല്ലാം അടുക്കി വെക്കുന്നു, പിന്നെ തട്ടിക്കളയുന്നു. ഇത് ഇങ്ങനെയുള്ള ഇങ്ങനൊരു പെർഫോമൻസാണ്, ഓവറോൾ പെർഫോമൻസാണ് ഒരു കുട്ടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡാണ് പലപ്പോഴും പലരും വന്ന് ചോദിക്കും, എൻ്റെ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലെന്ന് തോന്നി, എന്നും അസുഖമാണെന്ന് പറയും. ഈ എന്നും അസുഖം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ ഒരു കിൻഡർഗാർട്ടനിൽ പോകുന്ന കുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോകുന്ന കാരണം ഞങ്ങളുടെ ഇത് പറയാൻ 2 വയസ്സിനും ഒരു 8 വയസ്സിനിടയ്ക്കാണ് കമ്മ്യൂണിറ്റി അക്വയർഡ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പറയും. സമൂഹത്തിൽ നിന്ന് വരുന്ന, അവരുടെ കമ്മ്യൂണിറ്റി സെറ്റിങ്സിൽ നിന്ന് വരുന്ന അസുഖങ്ങളുണ്ട്. ഒരു കിൻഡർഗാർട്ടനിൽ പോകുന്നു, അംഗൻവാടിയിൽ പോകുന്നു, മറ്റു കുട്ടികളുമായിട്ടുള്ള വായു കൂടെ പകരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ചും ജൂൺ തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ ഇത് വളരെ സാധാരണമാണ്, വന്നു പോകുന്നു. അതൊരു ട്രോപ്പിക്കൽ കൺട്രീസിൽ നമ്മുടെ കുട്ടികളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന അസുഖങ്ങളാണ്. അത് വരുന്നതുകൊണ്ട് കുട്ടിക്ക് ആരോഗ്യമില്ലെന്നോ ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ളതിന് അർത്ഥമില്ല. സോ ഇമ്മ്യൂണിറ്റിയെയും ആരോഗ്യത്തെയും ശരീരത്തിൻ്റെ വെയിറ്റുമായിട്ടോ മറ്റ് ഇതിൽ കോറിലേറ്റ് ചെയ്യാൻ പാടില്ല. കുട്ടിയുടെ മൊത്തത്തിലുള്ള അസുഖങ്ങളില്ലായിരിക്കുക, വലിയ അസുഖങ്ങൾ, മേജർ ഇൽനെസ് ഇല്ലായിരിക്കുക, പ്രായത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സാമാന്യ നല്ല ന്യൂട്രീഷൻ, കുഞ്ഞാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു 2 വയസ്സ് വരെ, മറ്റു കുട്ടികളാണെങ്കിൽ വീട്ടിൽ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നു, അങ്ങനെ പോകുന്നു. പിന്നെ ഇപ്പോഴത്തെ നമ്മൾ ആരോഗ്യത്തിന് വേറെ ആസ്പെക്ട് സ്ക്രീൻ ടൈമും പറയും. നമ്മൾ ഏറ്റവും ആവശ്യം മിനിമം സ്ക്രീൻ ടൈമും ഒക്കെ ആയിട്ട് മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സോഷ്യലായിട്ട് ജീവിക്കുന്ന കുട്ടിയാണ് ആരോഗ്യമുള്ള കുട്ടി. ഈ രീതിയിൽ തന്നെ വേണം നമ്മുടെ രക്ഷകർത്താക്കൾ അവരുടെ കുട്ടികളെ കാണേണ്ടതും, അങ്ങനെ വേണം അവർ കുട്ടികളുടെ ആരോഗ്യത്തെ പെർസീവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ നിങ്ങൾക്ക് ഈ സമയത്ത് എനിക്ക് പറയാനുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ്. ഹായ് ഡോക്ടർ സജു. ഇപ്പോൾ ഡോക്ടർ രമേഷ് നമ്മളോട് ഒരു ഹെൽത്തി ചൈൽഡ് എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അതിനായി വാക്സിൻസ് ഉണ്ട്. ഈ വാക്സിൻസ് ഏതൊക്കെയാണ് എടുക്കേണ്ടത്? ഓപ്ഷണൽ വാക്സിൻസിന് ഉള്ള ഇമ്പോർട്ടൻസ് എന്താണ്? മിക്ക അമ്മമാരും OPയിൽ വരുമ്പം സ്ഥിരം ചോദിക്കാറ് ഉള്ളൊരു ക്വസ്റ്റ്യനാണിത്. സാറേ, ഞങ്ങളുടെ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലിലെ ലിസ്റ്റ്, വേറെ ആശുപത്രിയുടെ ലിസ്റ്റ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന വാക്സിൻ്റെ ലിസ്റ്റ് ഒക്കെ വേറെ ആണല്ലോ. ചിലതിൻ്റെ ഹെഡിങ്ങിനകത്ത് ചില വാക്സിൻസ്, ചിലതിനകത്ത് ഓപ്ഷണൽ എന്നൊരു വാക്കുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ എടുക്കണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് സംശയം. ഇപ്പം നമ്മൾ ചോദിച്ച വാക്കും ഓപ്ഷണലാണ്. അപ്പോൾ ഈ ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ മീനിങ് അല്ല നമ്മൾ നോക്കുന്നത്. അതാണെങ്കിൽ നമുക്ക് ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ വേണ്ടെന്നാണല്ലോ. പക്ഷേ അങ്ങനെയല്ല നമുക്ക് ഈ മെഡിക്കലി ഇത് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണമായിട്ടത് പറഞ്ഞു തരാം. നമുക്കിപ്പം നമ്മളൊരു കൊച്ച് 10ാം ക്ലാസ്സിൽ പാസ്സായി, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 11th 12th പോകുമ്പം നമുക്ക് ഒന്നെങ്കിൽ സയൻസ് ഫീൽഡ് അല്ലെങ്കിൽ ആർട്സ് ഓർ കൊമേഴ്സ് ഫീൽഡ് ചെയ്യാം. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. നമുക്ക് സയൻസ് എടുക്കാം, ഓർ യു ക്യാൻ ഓപ്റ്റ് ഫോർ ദ കൊമേഴ്സ് ഫീൽഡ്. അല്ലാതെ നമ്മൾ രണ്ടിനും പോകുന്നില്ലെന്നല്ല. അപ്പോൾ അതുപോലത്തെ ഒരു ഓപ്ഷൻ എന്നാണ് ആ ഓപ്ഷണൽ വാക്സിൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം മനസ്സിലാക്കാനുള്ളത്, എല്ലാ വാക്സിൻസും പിള്ളേർക്ക് നല്ലതാണ്, എടുക്കുന്നത് അത്രയും നല്ലതായിരിക്കും. പക്ഷേ നമുക്കിതൊരു ഗവൺമെൻറ് സെറ്റപ്പിൽ നോക്കുമ്പം അതിൻ്റെ എപ്പിഡമോളജി നോക്കണം. ഗവൺമെൻറ് എത്രയോ പിള്ളേർക്ക് ഇത് ഫ്രീ ആയിട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചാണ് പല ഗവൺമെൻറ്റിലും അതനുസരിച്ചുള്ള ചില വാക്സിൻസ് ഓപ്ഷണൽ ലിസ്റ്റിൽ കിടക്കുന്നതും ചില വാക്സിൻസ് ടു ബി ടേക്കൺ ബൈ ദ ചിൽഡ്രൻ എന്നുള്ള ലിസ്റ്റിൽ കിടക്കുന്നതും.
അത് ഉണ്ട്. നമുക്ക് ആ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഓപ്ഷനാണ് നോക്കേണ്ടത്, അല്ലാതെ എടുക്കേണ്ടെന്നല്ല. അപ്പം ഇൻഫ്ലുവൻസ വാക്സിൻ, ടൈഫോയിഡ് വാക്സിൻ, ഹിപ്പറ്റൈറ്റിസ് വാക്സിൻ, വാരിസെല്ല വാക്സിൻ, ഇങ്ങനത്തെ ഒത്തിരി വാക്സിൻസ് ഉണ്ട്. അവർ മാരകമായ രോഗം അല്ല ഉണ്ടാക്കുന്നെങ്കിലും നമുക്ക് സ്കൂൾ പിള്ളേർ പോകുമ്പോഴത്തേക്ക് അവരുടെ സ്കൂൾ ടൈം അല്ലെങ്കിൽ ലീവ് എടുക്കുന്ന പ്രശ്നം, വീട്ടിൽ ബാക്കി പിള്ളേർക്ക് അത് ബാധിക്കും, ചിലത് അഡൾട്ട്സിനും ബാധിക്കും. അപ്പോൾ ഒരു ഓവറോൾ ഒരു ഡിസീസ് കോസിങ് ഫാക്ടറാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ വാക്സിൻസ് എടുത്തിട്ട്. അപ്പം ദ കോൺസെപ്റ്റ് ഈസ് ഓൾ വാക്സിൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതിനകത്തൊരു ഡോക്ടർ യശ് പോൾ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് നോട്ട് ബ്ലാക്ക് ഓർ വൈറ്റ്, ദർ ആർ ഓൾസോ ഗ്രേ ഏരിയാസ്. അപ്പോൾ അതുപോലെ നമുക്കൊരു നടുക്കത്തെ ഇത് വെച്ച് പോകണം. ആ പർട്ടിക്കുലർ കൊച്ചിന് ഏതായിരിക്കും ഏറ്റവും ആപ്റ്റ്, അതനുസരിച്ച് നമുക്ക് എല്ലാ വാക്സിൻസും മാക്സിമം എടുക്കാൻ നോക്കണം. ഹായ് ഡോക്ടർ തരുൺ. എല്ലാ അമ്മമാരുടെയും ഒരു സംശയമാണ് കുട്ടിക്ക് എന്ത് ഭക്ഷണം കൊടുക്കും, എന്ത് ഭക്ഷണം കൊടുത്താൽ കുട്ടിക്ക് ആരോഗ്യം കിട്ടും എന്നുള്ളത്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ എന്തൊക്കെ ഭക്ഷണമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിക്ക് സമീകൃതമായ ഒരു ആഹാരമാണ് എപ്പോഴും വേണ്ടത്. അത് നമ്മൾ എപ്പോഴും പറയുന്നത് ഫാമിലി പോട്ട് ഡയറ്റ് ആയിരിക്കണം. അതായത് പാരൻസ് എന്ത് കഴിക്കുന്നു അത് തന്നെയായിരിക്കണം ആ കുട്ടിയും കഴിച്ച് ശീലിക്കേണ്ടത്. കഴിക്കുന്ന ഭക്ഷണത്തിൽ എപ്പോഴും ഒരു കാർബോഹൈഡ്രേറ്റ് പോർഷൻ വേണം, ഒരു പ്രോട്ടീൻ പോർഷൻ വേണം, ഒരു ഫാറ്റ് പോർഷൻ വേണം. പിന്നെ മൾട്ടി വൈറ്റമിൻസും മിനറൽസും കിട്ടാനായിട്ട് സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ്, പച്ചക്കറികൾ എന്നിവ സമീകൃതമായിട്ട് കഴിക്കണം. കുട്ടി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ കുട്ടി നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ തൂക്കം വയ്ക്കുന്നില്ല. പക്ഷേ പലപ്പോഴും ഒ പിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ എന്താ കുട്ടി രാവിലെ കഴിച്ചത്? കുട്ടി ദോശയാണ് കഴിച്ചത്. എന്ത് കൂട്ടിയാണ് കഴിച്ചത്? പഞ്ചസാര കൂട്ടിയാണ് കഴിച്ചത്. ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നത്? ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, അപ്പോൾ കൂടെ എന്താണ്? കൂടെ തൈര് കൂട്ടും, കുറച്ച് പപ്പടം കൂട്ടും. പക്ഷേ ഇങ്ങനെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രമാകുമ്പോൾ സമീകൃതമല്ലാതെ പ്രോട്ടീൻ്റെ കുറവ് കൊണ്ടും അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഫാറ്റിൻ്റെ കുറവ് കൊണ്ടും അല്ലെങ്കിൽ തീരെ പച്ചക്കറി കഴിക്കാത്തത് കൊണ്ടും ഇവരിൽ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു സമീകൃത ആഹാരമാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. അതും ഒരിക്കലും നമ്മൾ കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കരുത്. എപ്പോഴും ഫാമിലി പോട്ട് ഡയറ്റാണ് അവർക്ക് വേണ്ടത്. കഴിയുന്ന അത്രയും ഫാസ്റ്റ് ഫുഡ് അഥവാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ മുതിർന്ന കുട്ടികളെ പറ്റി നമ്മൾ കേട്ടു. ഇനി നവജാത ശിശുക്കൾക്കായി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കെയറാണ് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത്? ഒരു ന്യൂ ബോൺ ബേബീസിൻ്റെ നമ്മൾ പറയാം ന്യൂ ബോൺ പേരൻസ് അവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനകത്ത് മേജറായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. അതായത് ഒരു കുട്ടിക്ക് എങ്ങനെയാണ് നമ്മളൊരു ബ്രസ്റ്റ് ഫീഡിങ് മാത്രമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അത് ശ്രമിക്കേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതെപ്പോഴും നമ്മൾ പറയുന്ന അത്രയും എളുപ്പമായിരിക്കത്തില്ല. അതിന് പലപ്പോഴും അമ്മമാർക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടി വന്നേക്കാം. ലാക്ടേഷൻ അതിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ലാക്ടേഷൻ നഴ്സസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഹെൽപ്പ് എടുത്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ഒരു ഫസ്റ്റ് 1 to 2 വീക്സ് ഈ ഒരു നമ്മളൊരു ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സമയവും എനർജിയും കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ അത് അടുത്ത ഒരു 1 to 1.5 2 ഇയേഴ്സത്തേക്ക് നമുക്കൊരു വളരെ റിലാക്സിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. രണ്ടാമതായിട്ട് ഒരു കുഞ്ഞുങ്ങളുടെ ടെമ്പറേച്ചർ മെയിൻ്റനൻസ്. ഈ പൊടി കുഞ്ഞ് ന്യൂ ബോൺ ബേബി ജനിക്കുമ്പം കുഞ്ഞിന് ടെമ്പറേച്ചർ റെഗുലേഷൻ മെക്കാനിസംസ് ഒക്കെ ഇൻമെച്യൂറാണ്. അതൊക്കെ ഒരു മെച്യൂരിറ്റി എത്താൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ആഴ്ചയിൽ കുഞ്ഞിനെ തണുക്കാൻ ഹൈപ്പോതെർമിയ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പം കുഞ്ഞിനെ നല്ല കവറിങ് ആയിട്ട് വെക്കണം. കുഞ്ഞിൻ്റെ കാലും കൈയും തലയിലേക്ക് ക്യാപ്പ് വേണം. 2 ലെയർ ഓഫ് ക്ലോത്തിങ്ങിൽ നന്നായിട്ട് പൊതിഞ്ഞ് കവർ ചെയ്ത് വെക്കണം. ഇപ്പം നമ്മുടെ ആചാരപ്രകാരം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ കാണാൻ വരും, പ്രസൻസ് കൊണ്ടുവരും. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഈ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി കുറവാണ്. കുഞ്ഞിന് ഇൻഫെക്ഷൻസ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള റിസ്ക് ഉണ്ട്. അതുകൊണ്ട് ഒരു ലിമിറ്റഡ് ഒരു ക്രൗഡ് എപ്പോഴും ലിമിറ്റ് ചെയ്യുന്നതാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. I take this opportunity to greet you all on behalf of the Department of Pediatrics at Apollo Atlex Hospital. Happy Children's Day.